ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പ്രിൻസസ് കട്ടിൽ വരുന്ന ഒരു ഷർട്ട് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മീറ്റർ അജരക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച്, ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കൂടിൻ്റെ അവിടുത്തെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, അതിന് നേരെ ഹാഫ് എടുത്തിട്ട് വേണം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി അരവണ്ണത്തെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. ഓരോരാൾക്കും ഓരോരോ ഷേപ്പായിരിക്കും. ഇവിടെ വരുന്നത് 14 ഇഞ്ച്. അതിൻ്റെ അവിടുത്തെ വണ്ണം 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. താഴെ ഭാഗത്ത് നമ്മൾ എലൈൻ മോഡലിലാണ് വരച്ചു കൊടുക്കുന്നത്. താഴെ വരെ ഇങ്ങനെ ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. 46 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ 47 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം തുണി. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് സൈഡ് തൂങ്ങിപ്പോവാതിരിക്കാൻ 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ആ ജോയിൻറ്റിലെ ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ ഒരു 10 ഇഞ്ചിലും 14 ഇഞ്ചിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് 10 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 14 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വരച്ചില്ലേ, അവിടെയും ഒരു 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻ്റൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ എത്രയാണോ വീതി വരുന്നത് അതിൻ്റെ നേരെ ഹാഫ് എടുത്തിട്ട് വേണം അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. 17 വരുന്നത്. 8.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചില്ല, അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻസസ് കട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതുപോലെ 3 പീസ് തുണി നമുക്ക് കിട്ടും. നടുവിൽ വരുന്നത് ഒരു മടക്കുള്ള വശം നടുവിലാണ് വരുന്നത്. നമ്മൾ മടങ്ങിയ ആ തുണി നടുവിലാണ് വരുന്നത്. 2 സൈഡിലും ഇതുപോലെ ഈ ഷേപ്പ് ഉള്ള ഭാഗം 2 സൈഡിലും വരും. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റ് പറഞ്ഞു തരാം. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് സ്ലീവാണ്. ഇനി നമ്മൾക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ഒരു 15 ഇഞ്ചിലാണ് വേണ്ടത്. പക്ഷേ എനിക്ക് നീളം ഇവിടെ 10 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. താഴെ നമുക്ക് വേറൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം.
അപ്പം സ്ലീവിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചിൽ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചരിച്ചത് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ താഴത്തെ വണ്ണം വരുന്നത് ഒരു 5 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 7 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലൊരു ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ താഴെ ഭാഗത്ത് വെക്കാനുള്ള പീസ് ഞാനൊരു 6 ഇഞ്ച് വീതിയിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 ഇഞ്ചെങ്കിലും നമുക്ക് നീളം വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതുപോലെ സെൻറ്റർ പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. ഇനി 2 സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഷേപ്പിൻ്റെ ആ ഭാഗം 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ സൈഡിൽ വരുന്നതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കാം. രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെ പിൻ കുത്തിയിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെയാണ് മറ്റേ സൈഡും വരുന്നത്. ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിൻ കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് പ്രിൻസസ് കട്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലത്തെ നെക്കാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും പിന്നെ നമുക്ക് ഇവിടെ ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. കോളർ വെക്കുന്നതുകൊണ്ട് ഒരു 4 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷനിൽ ഞാൻ വി നെക്കാണ് കൊടുക്കുന്നത്. ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് പിന്നെ ഒരു 4 ഇഞ്ചിലോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇറക്കി മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. 3/4 ഇഞ്ചിൽ ഒട്ടും അത് 1 ഇഞ്ച് വരെ എടുക്കുക. 1 ഇഞ്ചിൽ ഒട്ടും കൂടാൻ പാടില്ല. കൂടിയാൽ നമുക്ക് നെക്ക് ഇങ്ങനെ മലന്ന് പോകും. കോളർ കറക്റ്റ് നമ്മുടെ നെക്കിന് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഒരു 3/4 ഇഞ്ച് എടുക്കുന്നത് മതിയാവും. അത്രയും മതിയാവും. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതായത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ വീതി വരുന്നത് ഒരു 5 ഇഞ്ചിൽ എടുത്ത് കൊടുക്കാം. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 10 ഇഞ്ചിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ചോ 9 ഇഞ്ചോ എടുത്ത് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 7.5 എടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് കഴുത്തിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നെക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് 7.5 ഇഞ്ചിൽ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു വി ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ വി ഷേപ്പിൻ്റെ പുറത്തേക്കായിട്ടൊരു 1 ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതും ഇതേപോലെ വി ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? 7 ഇഞ്ചിൽ കുറവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കോളറും കൂടി വരുന്നതുകൊണ്ട് അങ്ങനെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോരില്ല. ഇതുപോലെ നമുക്ക് വി നെക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കണം.
അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി നമുക്കത് ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. എത്ര അയൺ ചെയ്താലും ഇത് ഒട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇത് ക്യാൻവാസിൻ്റെ കുഴപ്പമാണോ അല്ല തുണിയുടെ കുഴപ്പമാണോ എന്നും അറിയില്ല. അപ്പം അയൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, സ്റ്റിക്ക് ചെയ്യാത്തതുകൊണ്ട് പിൻ കുത്തിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നിങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം ബാക്കി അതിൻ്റെ സൈഡിലുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 1/4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് നെക്ക് വെച്ച് കൊടുക്കാം. സെൻറ്റർ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെതും ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്ന പോർഷൻസ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിൽ തട്ടാതെ ഒരു 1/4 ഇഞ്ച് ബാക്കി വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എനിക്ക് പറയാൻ മറന്നു, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 4 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, വി നെക്ക്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിൽ നിന്നേ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശം തമ്മിൽ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുക്കാം. നമുക്ക് കോളറിനായിട്ട് അളവെടുക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം എത്രയാണ് നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് നോക്കാം. ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് 2-3 പ്രാവശ്യം നമുക്ക് അളന്നെടുത്ത് നോക്കാം എത്രയാണ് വരുന്നതെന്നുള്ളത്. എനിക്കിവിടെ 7.25 ഇഞ്ചാണ് വരുന്നത്. കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് 2-3 പ്രാവശ്യം അളന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ 7.25 ഇഞ്ചാണ് എനിക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്ത് വരുന്നത്, 2ആയിട്ട് മടക്കിയിട്ട്. അപ്പം നമ്മളിത് ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ 2ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട്, ക്യാൻവാസിൻ്റെ നീളം ഞാൻ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. വീതി 3 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. വീതി 3 ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോളറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 7.25 ഇഞ്ചല്ല വരുന്നത്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും 7.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ വീതി ഞാൻ പറഞ്ഞല്ലോ 3 ഇഞ്ചാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ 7.5 നീളം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 1.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളറിൻ്റെ ആ ചെരിഞ്ഞ വശം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. 2 സൈഡിലും ചെരിഞ്ഞ വശമുണ്ടല്ലോ, അത് ഇതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ഇവിടെ നിന്നൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചിലും ഇങ്ങനെ വരച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുൻപേ 7.25 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ശരിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 7.25 ഇഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഷർട്ട് കോളർ വരുന്നത്. നമുക്കതൊരു തുണിയിൽ അയൺ ചെയ്തെടുക്കാം. നമ്മൾ ഇത് കുഴപ്പമില്ലാതെ അയൺ ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിക്കാനൊക്കെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. മറ്റേത് എനിക്ക് തോന്നുന്നു ചുളിവുള്ളത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ ക്യാൻവാസിൽ ചുളിവ് കൊണ്ടായിരിക്കും
സ്റ്റിക്കാവാത്തത്. ഇതുപോലെ തന്നെ വേറൊരു പീസും നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. 2 തുണിയാണ് വേണ്ടത്. ഒന്നിൽ നമ്മൾ ക്യാൻവാസ് പിടിപ്പിച്ചിട്ടുണ്ട്, മറ്റേത് വെറും തുണി ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ വീതിയുള്ള അതായത് നീളം കൂടുതലുള്ള വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ചെറിയ കട്ട് ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് ഇതാ ക്യാൻവാസ് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ എന്നിട്ട് അതിൻ്റെ കോർണർ വശമൊക്കെ എന്തെങ്കിലും പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ കോളർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ക്യാൻവാസ് വെച്ച ഭാഗമല്ല, മറ്റേ സൈഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൽ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ, ഒരു 1/4 ഇഞ്ച്, ഒരു 4.5 ഇഞ്ചിൽ നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കോളർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് താഴെ ഭാഗത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോളർ സ്റ്റിച്ച് ചെയ്യുമ്പം കോളർ വലിച്ചു പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. വലിച്ചു കൊടുത്താൽ എന്തായാലും അത് ബാക്കി വരും. അപ്പം വലിച്ചു കൊടുക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി മറ്റേ സൈഡ് ബാക്ക് സൈഡ് ഇതുപോലെ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഒരു വീനെക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. കുറച്ച് വൈഡായിട്ടുള്ളൊരു വീനെക്കും പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ട് കോളറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൽ ഞാൻ പറഞ്ഞില്ലേ നീളം തികയുന്നില്ല, അതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് നോർമൽ സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ജോയിൻ ചെയ്ത ഭാഗമൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഷോൾഡറിൽ നിന്ന് താഴത്തേക്കൊരു നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വരുന്നത് അവിടെയാണ് വള്ളി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഷേപ്പ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളന്നിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.